ഞാനിപ്പോൾ ഉള്ളത് എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നാളെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. ഈ സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുക്കങ്ങളൊക്കെ അവസാന വട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഒരുക്കങ്ങളൊക്കെ നടന്നു വരികയാണ്. കൈരളി ന്യൂസിനൊപ്പം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം മിനിസ്റ്റർ. ഒരുക്കങ്ങളൊക്കെ എങ്ങനെ നടക്കും? പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായ എല്ലാ സ്കൂളുകളിലും കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു കഴിഞ്ഞു. ഏതാണ്ട് അവധിക്കാലം തുടങ്ങിയല്ലോ. അവധിക്കാലം തുടങ്ങിയിരുന്നു. ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ഈ സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് ചേർത്തിരുന്നു. ഏറ്റവും ഇത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവമാണ്. ഇത് കേവലം ഒരു കുട്ടികളെ സ്വീകരിക്കുന്നതിനപ്പുറമായിട്ട് രക്ഷകർത്താക്കളെയും നാട്ടുകാരെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളും അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട സമസ്ത ജനങ്ങളും നമ്മുടെ ഓരോ പ്രദേശത്തിൻ്റെ വിദ്യാലയത്തിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൻ്റെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്തിച്ചേരുകയാണ്. അതാണിതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ പ്രവേശനോത്സവം ഉള്ളതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 50ഓളം വരുന്ന കാര്യങ്ങളാണ് ഒരു സ്കൂൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, സ്കൂളിൻ്റെ ക്ലാസ് റൂം അടച്ചിട്ടേക്കുന്നത് കൊണ്ട് അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഇഴജന്തുക്കളോ മറ്റോ കയറിയിരിക്കുന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇലക്ട്രിക് ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഈ പോസ്റ്റ് അപകടകരമായി നിൽക്കുന്നുണ്ടോ, മരങ്ങൾ അപകടകരമായി നിൽക്കുന്നുണ്ടോ, സ്കൂളിൻ്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ കുഴപ്പക്കാരാണോ, അതുകൊണ്ട് പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസക്കാലം കൊണ്ട് തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടികൾക്കും ഒരാവേശമാണ്. സാധാരണഗതിയിൽ 1-ാം ക്ലാസ്സിൽ കൊണ്ടാക്കുമ്പോൾ കരച്ചിലും വിളിയും അമ്മമാർക്ക് അവിടെ തന്നെ കൂടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇന്നിപ്പം അങ്ങനെയല്ല. കുട്ടി വരുന്നു, വളരെ സന്തോഷത്തോടു കൂടി അവരിതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇപ്പം പാഠപുസ്തകങ്ങളുടെ വിതരണമൊക്കെ പൂർത്തിയായോ? പാഠപുസ്തകങ്ങളുടെ വിതരണമൊക്കെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു. പഴയ പാഠപുസ്തകങ്ങൾ ഒരു മാസങ്ങൾക്ക് മുമ്പേ കൊടുത്തു. പുതിയ പാഠപുസ്തകങ്ങൾ ഉദ്ഘാടനം 27-ാം തീയതി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിച്ചു. അതും 98% പൂർത്തീകരിച്ചിട്ടുണ്ടാവും. കാരണം അതിനിപ്പോൾ പ്രസ്സിൽ നിന്ന് മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞു. ഹബ്ബുകളിൽ പോയിട്ട് ഹബ്ബുകളിൽ നിന്ന് കുടുംബശ്രീ സ്കൂൾ സൊസൈറ്റിയിൽ എത്തിച്ച് സ്കൂൾ സൊസൈറ്റി വഴി ടീച്ചർമാർ കൊടുക്കുകയാണ്. അപ്പം ചിലപ്പോൾ എല്ലാ കുട്ടികളുടെയും കയ്യിൽ കിട്ടിയെന്ന് വരില്ല. കാരണം യൂണിഫോം വാങ്ങാനും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് വാങ്ങാം എന്നുള്ള നിലയിലൊക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവും. പിന്നെ അധ്യാപകരുടെ മുഴുവൻ ട്രെയിനിങ്ങും നടത്തിയെന്ന് പറഞ്ഞത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. 2, ചരിത്രത്തിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇന്നിപ്പോൾ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അധ്യാപകരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. സീരിയസായിട്ട് 80,000-ഓളം വരുന്ന അധ്യാപകരെ പഠിപ്പിച്ചു. ബാക്കി വരാൻ പോകുന്ന ദിവസങ്ങൾ കൊണ്ട് മുഴുവൻ അധ്യാപകരെയും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മറ്റൊരു കാര്യം, ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് സാധാരണ ഒരു ദിവസത്തെ ക്ലാസ് ക്യാമ്പ് പരിശീലനമാണ്. അതുകൊണ്ടൊന്നും ശരിയാവില്ല. 4 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 99% അധ്യാപകരും ഈ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. ഇനി പങ്കെടുക്കാത്തവരെ വെറുതെ വിടുന്നില്ല. അവരെ നിർബന്ധമായിട്ട് അവർക്കൊരു ക്ലാസ് വയ്ക്കുന്നുണ്ട്. അവരെയും പങ്കെടുപ്പിക്കുന്ന നിലയിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മിനിസ്റ്ററിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടിരുന്നു, ഈ പാഠപുസ്തകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൊരു പേജ്, ഒരു അടുക്കള, അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, കുട്ടികളൊപ്പമുണ്ട്. എന്താണ് ആ ഒരു ചിത്രത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ലിംഗനീതിയൊക്കെ വർഷാവർഷം സ്കൂളുകളിൽ നടപ്പാക്കി വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ലിംഗനീതി ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണ്. ലിംഗനീതിക്കപ്പുറം ഒരു സാമൂഹിക ജനാധിപത്യ അടുക്കള എന്ന് വേണമെങ്കിൽ പറയാം.
ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണല്ലോ. അപ്പം ഒരു അടുക്കളയിൽ അച്ഛൻ ജോലി ചെയ്യുന്നു, അമ്മ ജോലി ചെയ്യുന്നു, കുട്ടി ജോലി ചെയ്യുന്നു. അങ്ങനെ അടുക്കളയിൽ നിന്ന് തന്നെ ഒരു പുതിയ ഒരു ജനാധിപത്യം കുട്ടികളെ പഠിച്ചു വരട്ടെ. ആർക്കും ഏത് ജോലിയും ചെയ്യാൻ കഴിയുമെന്ന് ഉള്ള ഒരു പാഠവും പഠിക്കട്ടെ. ഇന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ന ജോലി ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു പഴയകാല സങ്കല്പമൊക്കെ മാറി വരട്ടെ. ഈ പ്രാവശ്യത്തെ നമ്മൾ ഇറക്കിയിട്ടുള്ള പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു പാഠപുസ്തകം ഇറങ്ങുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നതാണ്. ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇത് പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ ഈ പാഠപുസ്തക പരിഷ്കരണം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി പാഠപുസ്തകം പരിഷ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. 20 വർഷമായി പരിഷ്കരിച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ നമ്മൾ രാവിലെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉച്ചശേഷം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും പിന്നെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ പാഠപുസ്തകവും ഒരു ഓഡിറ്റ് വേണം. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കണം. അല്ലാതെ 20 വർഷത്തിലൊരിക്കൽ ഒരു പാഠപുസ്തകം എന്ന് വെച്ചാൽ പഴഞ്ചൻ കാര്യങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രീഡിഗ്രിയുടെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ പാഠപുസ്തകം പിന്നെ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിനിസ്ട്രിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അതും വർഷാവർഷം സ്കൂളുകളിൽ നടപ്പാക്കി വരുന്നുണ്ടല്ലോ. അത് ഈ അക്കാദമിക വർഷം എങ്ങനെയാണ് നടപ്പാക്കുന്നത്? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വളരെ കാര്യമായിട്ട് തന്നെ നടപ്പിലാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം അത്ര കാര്യമായി നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയില്ല. ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്: ലഹരി വിരുദ്ധ പോരാട്ടം, 2 ശുചിത്വ ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ്, ഗ്രീൻ ക്യാമ്പസ് എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടിലും കുട്ടികളെ ഒരു ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തും. അതിന് കുറേ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലഹരി വിരുദ്ധം നമ്മൾ സ്കൂളുകളിൽ മാത്രം നടത്തുമ്പോൾ നമ്മൾ കുറച്ച് വിവരങ്ങൾ ധരിക്കും ഈ കുട്ടികളാണോ ഈ ലഹരി മുഴുവൻ ഉപയോഗിക്കുന്നതെന്ന്. നാട്ടുകാരാണ് ലഹരി ഉപയോഗിക്കുന്നത്. കുട്ടികളിതിൻ്റെ മധ്യസ്ഥരാക്കി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി, വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാരിയേഴ്സായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെല്ലെ അവരത് കഴിച്ചും തുടങ്ങുന്ന സുവിശേഷമുണ്ട്. അപ്പോൾ അതിന് വളരെ തയ്യാറെടുപ്പുകളാണ് ഉള്ളത്. സ്കൂളിന് ചുറ്റും പുകയില ഉൽപ്പന്നങ്ങൾ പോലും വിൽക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വിൽക്കുന്ന കടകൾ പൂട്ടിക്കും, തുറക്കാൻ സമ്മതിക്കില്ല. അത് കോർപ്പറേഷനും പഞ്ചായത്തിനും ഒക്കെ ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു തലമുറ മുഴുവൻ നശിപ്പിക്കുന്ന എന്തൊക്കെ ഇത്തരം കാര്യങ്ങളിൽ അടിമയായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന കഥകൾ കേട്ടാൽ അമ്മയും അച്ഛനും ഒക്കെ നടത്തുന്ന അവരുടെ കയ്യെല്ലാം വിട്ടു പോകും. പിന്നെ കുട്ടികളുടെ കാര്യം ഇപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിലുണ്ട്. ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് പിന്നെ ലഹരി വസ്തുക്കളുമായിട്ട് പിന്നെ വരുന്ന ആൾക്കാരെ പിടിക്കുന്ന സമീപനം ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെറും നിയമം കൊണ്ട് മാത്രം കഴിയുന്നില്ല, ഒരു ക്യാമ്പയിൻ കൂടി ഇതിന് ആവശ്യമാണ്. അപ്പോൾ അതിന് ഒരു കലണ്ടർ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ സഹകരിച്ചുകൊണ്ടാണ് നടത്തുന്നത്. മുനിസിപ്പാലിറ്റി മേയറിൻ്റെ കൂടെ പിന്നെ അവരുമായിട്ടും കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങളിലൂടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവസാനമായി മിനിസ്റ്റർ, കുട്ടികളുടെ സ്വന്തം മന്ത്രി അപ്പൂപ്പനാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടവും. കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് നാളെ കുരുന്നുകളെല്ലാം സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? കുട്ടികളുടെ ഇപ്പോൾ 1-ാം ക്ലാസ് കുട്ടികളോട് സന്ദേശം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. എന്നാലും രക്ഷകർത്താക്കൾക്കും മനസ്സിലാക്കട്ടെ. അവർ ആത്മവിശ്വാസത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും നന്നായി കാര്യങ്ങൾ പഠിക്കുകയും ഒരു സാമൂഹിക പ്രതിബദ്ധത വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല പൗരന്മാരായി വരട്ടെ. വർഗീയതയ്ക്കെതിരായിട്ടും ജനാധിപത്യ ബോധം വളർത്തുന്ന കാര്യത്തിലും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒക്കെ പിന്നെ കുട്ടികളെ നമുക്ക് ഇപ്പോഴേ വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെ പാഠപുസ്തകമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മഹാത്മാഗാന്ധി പോലും പിന്നെ ഇനിയിപ്പോൾ എന്നാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലല്ല ജനിച്ചതെന്ന് പറയുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം പറഞ്ഞിരിക്കുന്ന ആറ്റൻബറോയുടെ സിനിമയിലൂടെയാണ് മഹാത്മാഗാന്ധി. ഇതേ നയം തന്നെയാണ് പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിൽ എടുത്തത് കേന്ദ്ര ഗവൺമെൻറ്. പിന്നെ CBSE അല്ലേ, CBSE പാഠപുസ്തകത്തിൽ മഹാത്മാഗാന്ധിയുടെ വധം, ഗുജറാത്ത് കലാപം, പിന്നെ അതുപോലെ ശാസ്ത്ര സത്യങ്ങൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയല്ലോ. ആ ഒഴിവാക്കിയ ഭാഗങ്ങളെല്ലാം കേരളം ഉൾപ്പെടുത്തിയിട്ട് പുതിയ പാഠപുസ്തകം ഇറക്കി. മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് ആറ്റൻബറോയുടെ സിനിമയിലൂടെ ആണെന്നുള്ള ഒരു സമീപനമുണ്ടല്ലോ. ആ സമീപനം തന്നെയാണ് ആ പാഠപുസ്തകത്തിലും കാണിക്കുന്നതിന് തയ്യാറായത്.
അപ്പോൾ അതിന് ബദലായി പുതിയ പാഠപുസ്തകം ഇറക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. കേരളം അതുകൊണ്ടൊരു ബദൽ വിദ്യാഭ്യാസ നയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒന്നും പൂർണ്ണമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഫണ്ടിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഫെഡറൽ രാജ്യമാണല്ലോ നമ്മുടെ, ഫണ്ട് നമുക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് മാത്രം ഫണ്ട് നിഷേധിക്കാനൊന്നും പറ്റില്ല. അവർ എടുക്കുന്നവർ നയം അംഗീകരിച്ചില്ലെങ്കിൽ ഫണ്ട് നിഷേധിക്കാൻ പറ്റില്ലെന്ന് പറയുന്നതിനോടൊന്നും ഒരു ന്യായവും ഇല്ല. നമ്മൾ കേരളവും കൊടുക്കുന്ന നികുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഖജനാവിൽ പോകുന്നുണ്ട്. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളിലൂടെയായിരിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ക്യാമറാമാൻ അഫ്സലിനൊപ്പം കീർത്തി മോഹൻ, കൈരളി ന്യൂസ്.